നമസ്കാരം. ഇന്ത്യ പാക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തതോടെയാണ് ഇന്ത്യ യുദ്ധം നിർത്തിയതെന്നും ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങിയെന്നും പ്രഖ്യാപിച്ചുവെന്നും ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺ വിട്ടാസ് MP ഒരു പ്രതികരണവും വൈറലാണ്. ആദ്യം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കാണാം. രാഹുലിന്റെ പ്രതികരണം കേട്ടപ്പോൾ കിരീടം സിനിമയിലെ നിന്റെ അച്ഛനാളാ പറയുന്നത് കത്തി താഴെയിടാ മോനെ എന്ന് തിലകൻ മോഹൻലാലിനോട് പറയുന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. രാഹുൽ നടത്തിയ പ്രതികരണത്തിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: എനിക്ക് BJP-ക്കാരെയും RSS-കാരെയും നന്നായി അറിയാം. അല്പം സമ്മർദ്ദം ചെലുത്തിയാൽ മതി, അവർ ഭയന്ന് ഓടിപ്പോകും. പോരാട്ടം നടക്കുന്നതിനിടെ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ചു, നരേന്ദ്ര കീഴടങ്ങും. ഉടൻ തന്നെ കീഴടങ്ങാനുള്ള ആഹ്വാനം വന്നു. ഇതാണ് BJP-യുടെയും RSS-ന്റെയും സ്വഭാവം. ട്രംപിന്റെ ഫോണിന് മറുപടിയായി നരേന്ദ്രമോദി യെസ് സർ എന്ന് മറുപടി നൽകിയെന്നും രാഹുൽ പറയുന്നുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നടപടിയും രാഹുൽ ഗാന്ധി ഇതിനോടൊപ്പം തന്നെ പരാമർശിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ മലയാള പരിഭാഷ? US-ന്റെ ഭീഷണി വകവെക്കാതെ 1971 ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു. US പ്രസിഡന്റ് അന്ന് ഇന്ദിരയെ വിളിച്ചിരുന്നു. US-ന്റെ 7ാം കപ്പൽപ്പട അന്ന് ഇവിടെ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുമെന്നായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് മറുപടി നൽകിയത്. ഇതാണ് ഇന്ദിരയും മോദിയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഇവരുടെ സ്വഭാവം. സ്വാതന്ത്ര്യത്തിന്റെ സമയത്തും ഇതാണ് ഇവരുടെ സ്വഭാവം. കത്തെഴുതി ജയിലിൽ മോചിതരായാണ് ഇവരുടെ പാരമ്പര്യം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ ഇവരാരും കീഴടങ്ങിയിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതേസമയം സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയെത്തിയ ജോൺ ബ്രിട്ടാസ് MP കുറച്ചുകൂടി മനോഹരമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും കേന്ദ്ര ഇടപെടലിനെ പറ്റിയും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? സർവകക്ഷി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സക്സസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുക? അല്ല, നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ടും അവർ വിശ്വസിക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും നമുക്കില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നരേഷൻ അവരുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർക്ക് ഒരു സൈഡിൽ നിന്നും ഒരു ഭാഗത്തു നിന്നുള്ള നരേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഇന്ത്യയെ പോലുള്ള വലിയ വിപുലമായ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നൊരു അവസരമാണ്. അവർക്ക് പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമാണ് ഉണ്ടായത്. എന്താ കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരു ഘടന, ആ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്. ഞങ്ങൾ സന്ദർശിച്ച പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ നമുക്ക് സമാനമായിട്ടുള്ളൊരു സാമൂഹ്യ സാഹചര്യമാണുള്ളത്. അതായത് വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത വംശങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, അവരെയൊക്കെ അവർ വിളക്കി ചേർത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയും സമാനമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യമുള്ള രാജ്യമാണ്. ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആത്യന്തികമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സെക്യുലർ ഭരണഘടന നമുക്കുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെ ഇല്ല. ഒരു പട്ടാളം ഭരിക്കുന്ന ഒരു രാജ്യത്ത് ജനങ്ങളോടുള്ള ഒരു വിധേയത്വം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഒരിക്കലും നിർവഹിക്കപ്പെടില്ല എന്നുള്ള ഒരു വാദം പലരും കണക്കിലെടുത്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളെ വിവരം അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നാളെ രാവിലെ വിദേശകാര്യമന്ത്രി ഞങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അത് ഒരു ഡീബ്രീഫിംഗ് പോലെയാണ്. എന്താ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കാനും ഒരുപക്ഷെ മിഷൻ്റെ സക്സസ് എന്താണെന്ന് വിലയിരുത്താൻ വേണ്ടിയായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇംപ്രഷൻസ്, ഞങ്ങൾക്ക് മനസ്സിലായ പല കാര്യങ്ങളും ഞങ്ങളത് വിശദീകരിക്കും. എന്താ കാരണം എല്ലാം വളരെ ഇന്ത്യ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അവരെല്ലാം അംഗീകരിച്ചു എന്ന് പറയാൻ ഞാൻ ആളല്ല. അവർക്ക് ഒരുപാട് സന്ദേഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് തോന്നിയത് ഈ ഒരു മൊത്തം ഓപ്പറേഷനിൽ ഞങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ പക്ഷ വാർത്തകളെക്കാൾ പാക് അനുകൂല വാർത്തകൾക്കാണ് പ്രാധാന്യം കിട്ടിയിരുന്നത് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലായി. ഇപ്പം സിംഗപ്പൂരിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം സ്ട്രെയിറ്റ് ടൈംസ് ആണ്. അവിടുത്തെ ഫോറിൻ എഡിറ്ററായിരുന്നൊരു മലയാളി തന്നെയുണ്ട്, നബി വല്ലൂരിന്ന്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളോട് സംസാരിച്ചപ്പോൾ, അവിടെയുള്ള മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങനൊരു ഇംപ്രഷൻ പൊതുവെ ആ മേഖലയിലുണ്ട്. പിന്നെ ആ ഒരു പല രാജ്യങ്ങളുടെ ഡെമോഗ്രഫി, അതായത് അവിടുത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട, ഉദാഹരണം പറഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ അംഗങ്ങളാണ്. അപ്പം അവിടെ സ്ഥലമുണ്ട്. അതുപോലെ ആസിയാൻ രാജ്യങ്ങൾ, ഇപ്പം മലേഷ്യയാണ് ആസിയാൻ രാജ്യത്തിൻ്റെ ഹെഡ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവരുടെ അടുത്തേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഈ സർവകക്ഷി യോഗം നടത്തി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും സർക്കാർ മറച്ചു വെച്ചതായിട്ടാണ് പിന്നീട് വരുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾ ഒരു തീർക്കാൻ വേണ്ടിയുള്ള നടപടി സംസാരിക്കും? തീർച്ചയായിട്ടും. എന്താ കാരണം വെച്ചാൽ ഞാനൊരു സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സർവകക്ഷി യോഗത്തിൽ
വളരെ പ്രധാനപ്പെട്ട യോഗമായിട്ട് 4 ക്യാബിനറ്റ് മന്ത്രിമാർ പങ്കെടുത്താണ്. ചില ചോദ്യങ്ങൾ ഞാനും ഉയർത്തിയിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ഒഴിവൊഴിവ് പറഞ്ഞ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ് ശ്രമിച്ചത്. ഇപ്പോൾ സീസ് ഫയർ വന്നിരിക്കുന്നു, ലോകം മുഴുവൻ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, പാകിസ്ഥാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമ്മളെന്ന് നേടിയെന്ന് ആൾക്കാർ ചർച്ച ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അപഗ്രഥനവും വിലയിരുത്തലും അനിവാര്യമാണ്. അതിന് ഏറ്റവും യോജിച്ച ഒരു വേദി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. ഭരണകക്ഷിയെപ്പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ ഇന്ത്യയോട് കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും നിരുത്തരവാദപരമായിട്ട് പെരുമാറുമെന്നുള്ള ഒരു ധാരണയൊന്നും ആർക്കും വേണ്ട. ഭരണകക്ഷി കാണിക്കുന്ന അതേ ഉത്തരവാദിത്തം നിലനിർത്താനുള്ള ഒരു ആർജവം ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് പാർലമെന്റിൽ എങ്ങനെ ചർച്ച വരണം, ഏത് രൂപത്തിൽ പ്രതികരിക്കണം, എന്തായിരിക്കണം അതിൻ്റെ ഒരു അവസാനം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. മോദി വാജ്പേയി മാതൃകയാക്കണമെന്ന അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് കാർഗിലിന് ശേഷം മോദി ഈ വാജ്പേയി അന്ന് പ്രത്യേക പാർലമെന്റിൽ വിളിച്ചിരുന്നു. ആ രീതിയിൽ മോദി മാതൃകയാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ ഒരു ആക്രമണം നടന്നു 2008 മുംബൈയിൽ. അന്ന് 2008 മുംബൈ ആക്രമണത്തിൽ, അതായത് ഏറ്റവും രൂക്ഷമായ ഒരു ആക്രമണമായിരുന്നു. ഈ നമ്മുടെ ഈ തീവ്രവാദ ആക്രമണത്തിൻ്റെ, ഭീകരാക്രമണത്തിൻ്റെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭീകരമെന്ന് പറയാവുന്നത് മുംബൈയിൽ. ആ മുംബൈയിലെ ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ എത്ര പേർക്ക് തല ഉരുണ്ടു. അന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് രാജിവെച്ചു. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി രാജിവെച്ചു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള പഹൽഗാം ആക്രമണത്തിന് ശേഷം ആരുടെയെങ്കിലും തല ഉരുണ്ടോ? പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ ഇന്റലിജൻസ് വീഴ്ചയെക്കുറിച്ചോ ചർച്ച വന്നിട്ടുണ്ടോ? ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ രാജ്യസഭാ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ട്. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം വന്നപ്പോൾ ഞാനും ഇടപെടാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ നിന്ന് അവസാനത്തെ തീവ്രവാദിയെ ഞങ്ങൾ തുടച്ചു മാറ്റി. ഏതെങ്കിലും ഒരു തീവ്രവാദി, ഭീകരവാദി അതിർത്തി കടന്ന് വന്നാൽ അവരുടെ 2 പുരികത്തിൻ്റെ നടുവിലേക്ക് ഞങ്ങൾ വെടിയുയർത്തും എന്ന് പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയാണ്. അത് റെക്കോർഡുണ്ട്, സഭയിൽ റെക്കോർഡുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയായിരുന്നു. ഈ ഭീകരപ്രവർത്തനം നടത്തിയിട്ടുള്ള ഈ തീവ്രവാദികൾ ഇന്ന് എവിടെയാണ്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ സംശയമുണ്ട്. അതേസമയം തന്നെ ഈ പഹൽഗാമിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു വിഭാഗം നടത്തുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒരു പ്രചരണമുണ്ട്. എന്തിനേറെ പഹൽഗാമിൽ രക്തസാക്ഷികളായവരുടെ ഉറ്റവർക്കെതിരെ വലിയൊരു സൈബർ അറ്റാക്ക് നടന്നില്ലേ? ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നില്ലേ? ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയല്ലോ, ഇതിന് ഉത്തരവാദികളെ കണ്ടെത്തണം. ഈ ഇതുപോലെ വിദ്വേഷം പ്രചരിപ്പിച്ച, അതുപോലെ തന്നെ ഖുറേഷിക്കെതിരെ നടത്തിയ ഒരാൾക്കെതിരെ പോലും ഒരു കേസെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം ഈ ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് എന്നുള്ളതല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉയരേണ്ടതായിട്ടുണ്ട്. സർക്കാർ ആഗ്രഹിച്ച രീതിയിൽ അവർ വിഭാവനം ചെയ്ത ദൗത്യത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഉത്തരവാദിത്തം പ്രതിപക്ഷം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം. വിദേശ നയമുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ വിദേശ പര്യടനമുള്ള ചില ഇടപെടലുകളുണ്ട്, അത് പൂർണ്ണാർത്ഥത്തിൽ വിജയം കാണുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഒരു രാജ്യവും പാകിസ്ഥാനെ അകറ്റി നിർത്തുകയോ ആ നിലയിൽ ഒരു കടുത്ത നടപടികളിലേക്ക് പോകുന്ന കാഴ്ചയില്ല. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ മൊത്തം വിഷയങ്ങളെക്കുറിച്ചൊരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രത്യേക തെറ്റിദ്ധാരണ, ഒരു നറേഷൻ ലോകരാജ്യങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ത്യയായിട്ട് നല്ല സൗഹൃദമുള്ള, അതായത് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ആസിയാൻ രാജ്യങ്ങളിൽ പലതും. ആ രാജ്യങ്ങളിൽ പോലും ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇന്ത്യ ചില നിലപാടുകൾ എന്താണെന്നുള്ളത് അടിവരയിടാൻ വേണ്ടി ശ്രമിക്കണം. സുരക്ഷാകക്ഷിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിനുണ്ട്. അല്ല, ചർച്ച ചെയ്യട്ടെ. എന്താ കാരണം വെച്ചാൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച ഉണ്ടല്ലോ. ഇപ്പം ഒമർ അബ്ദുള്ള പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് അവിടുത്തെ സുരക്ഷയുടെ ഉത്തരവാദിത്വം അടുത്ത സംസ്ഥാന ഗവൺമെന്റ് ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് പറയാൻ പറ്റില്ല, കേന്ദ്രഭരണ പ്രദേശത്തിനില്ല. അപ്പം അതൊക്കെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? അപ്പം അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം. ടൂറിസ്റ്റുകളെ സംരക്ഷിക്കാൻ കഴിയാത്തത് എൻ്റെ വീഴ്ചയാണ്, അതെൻ്റെ ഉത്തരവാദിത്തമാണ് ഒമർ അബ്ദുള്ള പറഞ്ഞപ്പോൾ ടൂറിസ്റ്റുകളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാതിരുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ബന്ധപ്പെട്ട മന്ത്രി പറയണം. അതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഇന്ത്യൻ പ്രതിനിധി സംഘം ഒഴിവാക്കിയ നിരവധി രാജ്യങ്ങളുണ്ട്, ചൈന അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ. അപ്പം അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കട്ടെ, അവരുമായി അല്ലേ? ഇത് നമ്മളിപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച രാജ്യങ്ങളിലാണ് നമ്മൾ പോയത്.
സർക്കാരിന് ആ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നിലവിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മളൊന്നും അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടാനില്ല. ഈ രാജ്യങ്ങളൊന്നും ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല ഒരു രാജ്യം തിരഞ്ഞെടുത്തത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് അത് സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ടോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഡിപ്ലോമാറ്റിക് ചാനൽസ് എങ്ങനെയായിരിക്കണം, മറ്റ് രാജ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ. ഓക്കെ.